രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമായാലും രാഷ്ട്രീയ പോരാട്ടമായാലുമൊക്കെ ഇപ്പോൾ അത് തെരുവിലല്ല, പകരം സൈബർ ഇടത്തിലാണ്. സൈബർ ഇടങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികളുടെ കരുത്ത്. ഒപ്പം തന്നെ അവർക്ക് നാശം വിതയ്ക്കുന്നതും സൈബർ ഇടങ്ങൾ തന്നെയാണ്. ഈ സൈബർ ഇടങ്ങളിൽ ശക്തമായി നിൽക്കുന്ന സാന്നിധ്യങ്ങളാണ് ഈ സൈബർ സംഘികൾ എന്ന് നമ്മൾ പറയുന്നത്. അതായത് BJP RSS അനുഭാവികളെയാണ് ഈ സൈബർ ഇടത്തിൽ സംഘികൾ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ CPM അനുഭാവികളെ കമ്മികൾ എന്നും, കോൺഗ്രസിൻ്റെ അനുഭാവികളെ കൊങ്ങികൾ എന്നും, SDP അനുഭാവികളെ സുഡാപ്പികൾ എന്നുമാണ് പറയുന്നത്. സാധാരണ നമ്മൾ ആ വാക്കുകൾ പരിചിതമല്ല, പക്ഷേ പരിചിതമായേ മതിയാകൂ. കാരണം പുതിയ വാക്കുകളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്, പുതിയ സൈബർ ഇടങ്ങളൊക്കെ. ഏതായാലും അങ്ങനെ നോക്കുമ്പോൾ BJP സംഘപരിവാർ അനുകൂലമായിട്ടുള്ള സൈബർ ഇടങ്ങൾ, ഇല്ലെങ്കിൽ സൈബറിൽ ആശയപ്രചരണം നടത്തുന്നവരും CPM, സുഡാപ്പി, കൊമ്മി തുടങ്ങിയ ഗ്രൂപ്പുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് സോഷ്യൽ മീഡിയ നമുക്ക് കാണാൻ കഴിയും. അത് എല്ലാ വിഷയങ്ങളിലുമുണ്ട്, പ്രത്യേകിച്ച് രാഷ്ട്രീയ വിഷയങ്ങളല്ല, ഏത് വിഷയങ്ങളിലും. അതിൽ വളരെ കൗതുകകരവും രസകരവുമായ ട്രോളുകൾ പോലും പ്രചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതായത് അനുനിമിഷമാണ് പ്രതികരണങ്ങളും മറ്റും മാറിമറിയുന്നത്. മുമ്പൊക്കെ നമുക്കറിയാം, രാഷ്ട്രീയ നേതാക്കളുടെ ഒരു പ്രസ്താവന വന്നാൽ അതിന് മറുപടിയുമായിട്ട് എതിർച്ചേരിയുള്ള രാഷ്ട്രീയ നേതാവ് പത്രസമ്മേളനം വിളിക്കുകയും മറുപടി പറയുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ നിന്നും മാറി ചെറുതും വലുതുമായി പേരറിയാവുന്നതും അറിയാത്തവരും മുഖമുള്ളവരും ഇല്ലാത്തവരുമായ അനവധി പേർ കമൻ്റ് ഇടുകയും പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പോൾ നിലവിലെ സോഷ്യൽ മീഡിയയുടെ സ്ട്രെങ്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സംഘപരിവാർ അനുകൂല സൈബർ സംഘികൾ എന്ന് പറയുന്ന വിഭാഗവും ഒപ്പം തന്നെ സുഡാപ്പികളുമാണ് ശക്തമായി നിൽക്കുന്നത്. പിന്നീട് മൂന്നാമത് നിൽക്കുന്ന കമ്മികളാണ്. കമ്മികൾ വളരെ ശക്തമായി നിലനിന്നിരുന്നതാണ് സോഷ്യൽ മീഡിയ. പക്ഷേ ഇപ്പോൾ അവർ വളരെ പിന്നാക്കം പോയിരിക്കുന്ന അവസ്ഥയാണ്. കോൺഗ്രസും ഇപ്പോൾ ചെറുതായി സജീവമായി രംഗത്ത് വരുന്നുണ്ട്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം, അതായത് സോഷ്യൽ മീഡിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് ചെറിയ വിഷയങ്ങളാണെങ്കിൽ പോലും അത് വലിയ ചർച്ചയ്ക്ക് വിധേയമാകാറുണ്ട്. അവിടെയാണ് കർണാടകത്തിൽ നമ്മുടെ മലയാളിയായ ഒരു യുവാവ് മണ്ണിടിച്ചിലിൽ കാണാതാകുന്നു. ആ വാർത്ത വലിയ രീതിയിൽ പ്രചരിക്കുന്നു. അത് നിമിഷ നേരം കൊണ്ട് രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ കഴിയുമായിരുന്നിട്ടും അത് ഉപയോഗിക്കാതെ മാറി നിന്നതാണ് സൈബർ സംഘികൾ. അവിടെ അവർ ഒരു അഭിനന്ദനം അർഹിക്കുക തന്നെ ചെയ്യുന്നു. കാരണം കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. പക്ഷേ ഈ പ്രധാനപ്പെട്ട സംഘി സൈബർ ഇടങ്ങളിലൊന്നും അവിടുത്തെ സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ ഒരു വരി പോലും എഴുതിയതായി കാണുന്നില്ല. പക്ഷേ സാധാരണഗതിയിൽ അങ്ങനെയല്ല. ഭരിക്കുന്ന പാർട്ടിയുടെ നിറം നോക്കി ഇല്ലെങ്കിൽ സംസ്ഥാനം നോക്കി പ്രതികരിക്കുന്ന സോഷ്യൽ മീഡിയ ഉള്ളിടത്താണ് സംഘികൾ എന്തായാലും ആ ഒരു വലിയ ദുരന്തം ഇല്ലെങ്കിൽ ആ ഒരു വലിയ ദുരന്തത്തെ അതിൻ്റേതായ ഗൗരവത്തിൽ കാണുകയും ആരെയും കുറ്റപ്പെടുത്താതെ മുൻപോട്ട് പോവുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ്. അത് വളരെ നല്ലൊരു കാഴ്ചയാണ്. കാരണം ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയയിലൊന്നും നമുക്ക് ആ ഒരു മാതൃക കാണാൻ കഴിയില്ല. കാരണം വളരെ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുകയും വളരെ പെട്ടെന്ന് തന്നെ അതിനെതിരെ ആഞ്ഞടിക്കുകയും ഒക്കെ ചെയ്യുന്ന സൈബർ കൂട്ടങ്ങൾ ഉള്ളിടത്താണ് കഴിഞ്ഞ 10-13 ദിവസമായി ഇങ്ങനെയൊരു ദുരന്തം നടന്നിട്ടും അതിനെ ആരെയും കുറ്റപ്പെടുത്താത്ത രീതിയിൽ അവരുടെ സോഷ്യൽ മീഡിയ കാണാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. കാരണം സാധാരണ നമുക്കറിയാം, ഉത്തരേന്ത്യയിലോ ഒക്കെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ചെറിയ ദുരന്തം നടന്നാൽ പോലും അത് വലിയ രീതിയിൽ മോദിയെയും യോഗിയെയും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിൽ പോസ്റ്റും ഷെയറിങ്ങും ഒക്കെ നടക്കുകയും അതിനകത്ത് വലിയ അനാലിസിസ് നടത്തുകയും ഇല്ലെങ്കിൽ അതിനകത്ത് ഇറങ്ങി മുങ്ങിത്തപ്പുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പം പൊതുവെ സ്വാഭാവികമായി അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലോ ഇല്ല കർണാടകത്തിലോ എന്തെങ്കിലും സംഭവങ്ങൾ നടക്കുമ്പോൾ അതിനെക്കുറിച്ച് കമാന്നൊരു അക്ഷരവും സംസാരിക്കാറില്ല. ഇത് തന്നെയാണ് കേരളത്തിലെ മാധ്യമങ്ങളും ചെയ്യാറുള്ളത്. പക്ഷേ അവിടെ ആണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ കഴിഞ്ഞ കുറേ ദിവസമായി ഈ വാർത്തകൾ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ അത് അനുകരിക്കാൻ കഴിയുന്ന ഒരു മാതൃക കൂടിയാണ് ഇത്. മറ്റുള്ളവർ ഈ സൈബർ സംഘി എന്ന് പറയുന്നത് പോലെ തന്നെ സൈബർ കൊങ്ങികളും സൈബർ കമ്മികളും സൈബർ സുഡാപ്പികളും എല്ലാം ഈ ഒരു മാതൃക പിന്തുടർന്ന വളരെ നന്നായിരിക്കും. കാരണം ദുരന്തങ്ങൾ ആഘോഷമാക്കുവാനുള്ളതോ ഇല്ലെങ്കിൽ ചർച്ചിക്കാനുള്ളതോ അല്ല. ദുരന്ത മുഖത്ത് നിൽക്കുന്നവർക്ക് എല്ലാം ഒരൊറ്റ വികാരം മാത്രമേ ഉള്ളൂ, ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷിക്കുക എന്നുള്ളത്. അത് ആ ഒരു വികാരത്തിൽ നിൽക്കുമ്പോൾ അതിൽ കുത്തിത്തിരിപ്പുമായി എത്തുക എന്നത് വളരെ മ്ലേച്ഛകരമായ ഒരു കാര്യമാണ്. കാരണം ഈ ദുരന്തത്തിൽ രക്ഷകരായി എത്തുന്ന ടീം, അത് സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ ഏത് ടീമുമായിക്കോട്ടെ, അവർക്ക് ആ ഒരു വിഷയത്തിൽ പരിചിതമുള്ളത് കൊണ്ടാണ് അവർ ആ ജോലിയിൽ നിൽക്കുന്നത് എന്നെങ്കിലും നമ്മൾ കുറഞ്ഞ പക്ഷം കരുതേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ നാട്ടിൽ കിടക്കുന്നവർക്ക് പലതും പറയാൻ കഴിയും, അവിടെ തപ്പു ഇവിടെ തപ്പു ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയാൻ കഴിയും. പക്ഷേ അതിന് അവിടെ എത്തപ്പെട്ട ആ ഉദ്യോഗസ്ഥർക്ക് അതിൽ നേരത്തെ തന്നെ പ്രാവീണ്യമുള്ളത് കൊണ്ടാണ് കുറഞ്ഞ പക്ഷം അവർ ആ ജോലി ചെയ്യാൻ
യോഗ്യരാണ് നിയുക്തമായിരിക്കുന്നതെന്നെങ്കിലും നാം കുറഞ്ഞ പക്ഷം മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം കർണാടക സർക്കാർ പറഞ്ഞത് കേരളത്തിലെ മീഡിയയാണ് തങ്ങളെ വഴിതെറ്റിച്ചതെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് തുടക്ക സമയത്ത് തന്നെ കർണാടക സർക്കാർ അറിയിച്ചത് ഈ ലോറി ഉൾപ്പെടെ പുഴയിലേക്ക് പോയിട്ടുണ്ടെന്ന്. പക്ഷേ അതൊരിക്കലും അംഗീകരിക്കാൻ നമ്മുടെ മാധ്യമങ്ങളും ഒപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയയിലെ പുലികളും ഒന്നും തയ്യാറായില്ല. അവരുടെ ഒരു വലിയ പ്രഷർ ആ സർക്കാരിന് അനുഭവിക്കേണ്ടി വന്നു എന്ന് തന്നെയാണ് അവിടുത്തെ സംസ്ഥാന സർക്കാർ പറഞ്ഞത്. അതുകൊണ്ടായിരിക്കണമല്ലോ ഒടുവിൽ SP തന്നെ ഇറങ്ങി മാധ്യമങ്ങളെ ഓടിച്ചുവിടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഏതായാലും ഈ ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നത് നമുക്കറിയാം. ഒരിക്കലും ദുരന്ത സ്ഥലത്തു നിന്ന് പോസ്റ്റ് ഇടുന്നവരോ അതിൻ്റെ ഒരു വലിയ ഭീകരാവസ്ഥ മനസ്സിലാക്കി ഇടുന്നവരൊന്നും അല്ല. പലപ്പോഴും ആ പെട്ടെന്ന് തന്നെ ഒരുത്തിനെ തല്ലാൻ കിട്ടുന്ന അവസരം മാക്സിമം മുതലാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് എല്ലാവരും പോസ്റ്റ് ഇടുന്നത്. കുറച്ച് സമയം കഴിയുമ്പോൾ ആ പോസ്റ്റിൻ്റെയും ആ പറഞ്ഞതിൻ്റെയും ഒക്കെ ആ ഒരു ചൂട് മാറുകയും ചെയ്യും. എന്താണ് പറഞ്ഞതെന്ന് പിന്നെ ആരും അതിനെക്കുറിച്ച് ഓർക്കുക ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. ഇവിടെയാണ് സൈബർ സംഘികൾ അഭിനന്ദനം അർഹിക്കുന്ന. കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ട് ആ ഒരു വിഷയത്തിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താനില്ല, അതിൻ്റെ നേതാക്കളെ കുറ്റപ്പെടുത്താനും ഒന്നും തുനിഞ്ഞില്ല എന്നുള്ള ഒരു വലിയ കാര്യമുണ്ട്. വേണമെങ്കിൽ അവർക്ക് നന്നായി തന്നെ പ്രതികരിക്കാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റായിരുന്നു. എത്ര വേണമെങ്കിൽ ട്രോളുകൾ ഇറക്കൂ, ഇല്ലെങ്കിൽ ഈ സർക്കാരിനെ കർണാടക സർക്കാരിനെ മാത്രമല്ല സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനൊക്കെ കഴിയുമായിരുന്നിട്ടും അവരത് ചെയ്തില്ല. വളരെ നല്ല ഒരു മാതൃക, എല്ലാവരും അത് പിന്തുടരണം എന്ന് തന്നെയാണ് പറയുന്നത്. ഈ വിഷയം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ആർക്കും ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ഇടമായി മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ അതിലുള്ള അഴുക്കുകളും വളരെയധികം കൂടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു പോയിന്റിനായി ഈ വിഷയം തിരഞ്ഞെടുത്തത്. ഇത് ന്യൂസിലാം നടത്തുന്ന പോയിന്റ്. നന്ദി, നമസ്കാരം.